ഹായ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോട്ട് ചെയ്തോ. നമ്മൾ മിക്സ്ഡ് വെജിറ്റബിൾ ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ 3 ദോശയ്ക്ക് 3 സാദാ ദോശ അല്ലെങ്കിൽ സെറ്റ് ദോശ എന്ന് പറയുന്ന ഊത്തപ്പം പോലെയുള്ള കട്ടിയുള്ള ദോശയ്ക്കുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് വെജിറ്റബിൾസ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. അപ്പോൾ ഞാനിത് ക്യാരറ്റ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബീൻസ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺ അടർത്തി ചെയ്തെടുത്തിട്ടുണ്ട്, പട്ടാണി കടല പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കേട്ടോ. പിന്നെ 1 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് ഒരെണ്ണം ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നിരക്കനെ വെള്ളം ഒഴിച്ചിട്ട് 2 നുള്ള് ഉപ്പിടുക. 2 നുള്ള് ഉപ്പ് മതി. അതായത് ഈ വെജിറ്റബിൾസിൻ്റെ പച്ചച്ചൊവയും അതേപോലെ അതിൻ്റെ മധുരം അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, അതൊന്നും മാറാൻ വേണ്ടി. കാരണം ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ 2 നുള്ള് ഉപ്പിടുക. എന്നിട്ട് ഇതൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ദോശ പാൻ വെക്കാം. അപ്പം ഞാൻ ദോശ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് ഒഴിക്കാം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കട്ടിയിൽ വേണം പരത്താനായിട്ട്. ഊത്തപ്പത്തിനൊക്കെ പരത്തുന്ന പോലെ, അല്ലെങ്കിൽ സെറ്റ് ദോശ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ പരത്തണം. നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈ വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ പൊതുവേ അറിയാലോ, വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ വെജിറ്റബിൾസ് രാവിലെ തന്നെ നമുക്ക് പല പലഹാരങ്ങളായിട്ട് അല്ലെങ്കിൽ തോരനായിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണിത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി വേവിച്ചിട്ടുള്ള കാരണം ഇത് ഓൾറെഡി വെന്ത വെജിറ്റബിൾസാണ്. അപ്പോൾ ആ പച്ചച്ചൊവ ഉണ്ടാവില്ല. മാത്രമല്ല നമുക്ക് കമത്തി ദോശ മറിച്ചിടണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ബട്ടർ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ബട്ടറോ എള്ളെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളയപ്പമൊക്കെ വേവിക്കുന്ന പോലെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതായത് വെന്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് മറിച്ചിടണമെങ്കിൽ മറിച്ചിടാം. ഞാൻ മറിച്ചിടുന്നില്ല. മറിച്ചിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊരിഞ്ഞും വെജിറ്റബിൾസും കുറച്ചൊന്നും മൊരിഞ്ഞ പോലെയാവും. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് മറിച്ചിടാം, ഇഷ്ടമില്ലാത്തവർക്ക് മറിച്ചിടണ്ട. ഞാൻ മറിച്ചിടുന്നില്ല. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് മൂടി വെച്ച് നമ്മളപ്പം വേവിക്കുന്ന പോലെ മൂടി വെച്ചിട്ടാണ്. അപ്പോൾ സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഇതിപ്പോൾ 3 ദോശയ്ക്ക് 1 കപ്പ് കട്ട് വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ വെജിറ്റബിൾസ് നമ്മൾ രാവിലെ തന്നെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇനി 2 എണ്ണം കൂടി ഉണ്ടാക്കാൻ പോവാണ്, കാണിച്ചു തരാം. എനിക്ക് ഈ സ്പൂൺ കൊണ്ട് ഇത് വെതറിനേക്കാളും കൈ കൊണ്ടാണ് ഈസി ആയി തോന്നിയത്. അപ്പോൾ ഞാനതുകൊണ്ട് സ്പൂൺ മാറ്റി കൈ കൊണ്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇതിൽ കോൺ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണിനൊരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ബീട്രൂട്ടോ അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടറാണ് ഞാൻ ഇടുന്നത്. ബട്ടർ ഇട്ടിട്ടുണ്ട്. മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് അത്യാവശ്യം വെന്ത് കഴിയുമ്പോൾ തുറക്കാതെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ് ദോശ. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ദോശ കഴിക്കാൻ മടി അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇനി വലിയ ആൾക്കാർക്കായാലും ഇത് ദോശ മാത്രമായിട്ട് കഴിക്കാം കേട്ടോ. ഇതിന് കറി വേണമെന്ന് നിർബന്ധമില്ല. ഇത് കാരണം പച്ചമുളക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഇടാം. അപ്പോൾ ദോശ മാത്രമായിട്ടും കഴിക്കാം. ഇതിന് കറി വേണമെന്നൊന്നും നിർബന്ധമില്ല. കാരണം ഇത് ഓൾറെഡി ഇത് ബാലൻസ്ഡാണ്. ഇതിപ്പോൾ ധാന്യങ്ങളുമായി വെജിറ്റബിൾസുമായി പിന്നെ അത്യാവശ്യം ബട്ടറുമായി. അപ്പോൾ ഏകദേശം ബാലൻസ്ഡായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നിരത്തുന്നത് വെജിറ്റബിൾസ്. അതാണ് കുറച്ചും കൂടി എളുപ്പമായി തോന്നിയത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ്, ചട്നി വേണമെങ്കിൽ ചട്നി എടുക്കാം, പൊടി വേണമെങ്കിൽ പൊടി എടുക്കാം, സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾ മസാല കറി, കുറുമ കറി, അതെല്ലാം ഇതിൻ്റെ കൂടെ ഊത്തപ്പത്തിൻ്റെ പോലെ തന്നെ പോവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.